നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ്, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ, പട്ടം, തിരുവനന്തപുരം. നമ്മൾ ഇപ്പോൾ നവംബർ 20 വേൾഡ് COPD ഡേ ആയിട്ടാണ് ആചരിച്ചത്. COPD ഇപ്പോൾ നമുക്ക് കുറേ അധികം അറിയാവുന്നൊരു രോഗം തന്നെയാണ്, പലർക്കും അറിയാം. COPD എന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാണ്. അത് മെയിൻലി ശ്വാസകോശത്തിൻ്റെ നമുക്ക് എയർവേസും നമ്മുടെ ലങ് പാരൻകൈമ, അതായത് ലങ്സിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇത് വരാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പുകവലിയാണ്. പുകവലി എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ നമ്മൾ ധാരാളമായി COPD ഇപ്പോൾ കണ്ടുവരാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പാസീവ് സ്മോക്കിംഗ്, അതായത് മറ്റൊരാൾ പുക വലിക്കുന്നത് നമ്മൾ ശ്വസിച്ചാലുണ്ടാകുന്ന ശ്വാസകോശത്തിലെ വ്യത്യാസങ്ങൾ കാരണം, അല്ലെങ്കിൽ നമുക്ക് ബയോമാസ് എക്സ്പോഷർ, അതായത് വിറക് അടുപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുക, അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ പുക ശ്വസിച്ചാലും നമുക്ക് COPD രോഗം ഉണ്ടാകാം. അങ്ങനെ COPD ഉണ്ടാകാനായിട്ട് പല കാരണങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ടത് അൺകൺട്രോൾഡ് ആസ്മ, അതായത് നമുക്ക് ആസ്മ രോഗം വർഷങ്ങളായിട്ട് അത് കൺട്രോളിൽ ആകാതെ അത് റെക്കറൻ്റായിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും അസുഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് കാലപ്പഴക്കം വരുമ്പോൾ അത് COPD ആകാറുണ്ട്. അപ്പോൾ COPDയിൽ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് നോ യുവർ ലങ് ഫങ്ഷൻ എന്നാണ്. നമുക്കറിയാം, നമ്മൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ലങ്സിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. ആ ടെസ്റ്റ് നമുക്കിപ്പം എല്ലാ ആശുപത്രികളിലും ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും നമുക്ക് ഒരുപോലെ ലഭ്യമാണ്. വേദനരഹിതമായ ഒരു ടെസ്റ്റ് തന്നെയാണ്, അത് ഊതി പരിശോധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനത് പ്രധാനമായി നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് COPDയുടെ ചികിത്സാ രീതി. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇൻഹേലർ തെറാപ്പി എന്ന് പറയുന്നത്. ഇൻഹേലേഴ്സ് നമുക്കറിയാം, നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷം പലരും ഇൻഹേലേഴ്സ് എടുത്തവരാണ്. അപ്പോൾ ഇൻഹേലേഴ്സിനെ പറ്റിയുള്ള നമ്മുടെ ഇടയിലുള്ള നോളജ് ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻഹേലേഴ്സ് നമുക്ക് രണ്ട് വിധത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് മീറ്റർ ഡോസ് ഇൻഹേലർ, അതായത് സ്പ്രേ രൂപത്തിലുള്ള ഇൻഹേലറും ഡ്രൈ പൗഡർ ഇൻഹേലർ പൊടി രൂപത്തിലുള്ള ഇൻഹേലറും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ മീറ്റർ ഡോസ് ഇൻഹേലർ ആണോ, ഡ്രൈ പൗഡർ ഇൻഹേലർ ആണോ, അതോ നെബുലൈസർ ആണോ, ഏതാണ് നമ്മൾ ആ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് എന്നത് നമ്മുടെ പേഷ്യൻറ്റിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ അധികം പ്രായമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഒരു ഇൻഹേലർ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു നെബുലൈസർ ആയിരിക്കും കൊടുക്കുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ കൂടുതലും ഇൻഹേലർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഹേലറിൽ നമുക്കിപ്പം മീറ്റർ ഡോസ് ഇൻഹേലർ, അതായത് സ്പ്രേ രൂപത്തിലെ ഇൻഹേലർ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം സ്പേസർ എന്ന് പറയുന്ന ഒരു ഡിവൈസും കൂടെ വെച്ച് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഇൻഹേലറിനെ പറ്റിയുള്ള നമ്മുടെ നോളജ് ഇപ്പോൾ അധികമാണെന്ന് പറയുമ്പോഴും പലർക്കും അതിനെ പറ്റിയുള്ള ഭയപ്പാടുമുണ്ട്. അതായത് ഇതൊരു സേഫ് ആയിട്ടുള്ള ചികിത്സാ രീതിയാണോ? 100% സേഫായിട്ടുള്ളൊരു ചികിത്സാ രീതി തന്നെയാണ് ഇൻഹേലർ എന്ന് പറയുന്നത്. ഇൻഹേലറിൽ വളരെ കുറഞ്ഞ അളവിലുള്ള മരുന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്കറിയാം, നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ അത് മില്ലിഗ്രാം ഡോസിലായിരിക്കും. എന്നാൽ ഇൻഹേലറിൽ അത് മൈക്രോഗ്രാം ഡോസിലുള്ള വളരെ ചെറിയ അളവിലുള്ള മരുന്ന് മാത്രമേ ഉള്ളൂ. ഗുളിക കഴിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ആകെ മൊത്തം ശരീരത്തിലുണ്ടാകും. എന്നാൽ ഇൻഹേലറിൻ്റെ എഫക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ആ പാർട്ട്, അതായത് ഇപ്പോൾ ശ്വാസകോശത്തിലേക്കാണ് നമ്മൾ ശ്വാസകോശത്തിന് വേണ്ടിയിട്ടല്ല ഇൻഹേലർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്വാസകോശത്തിൽ മാത്രമേ അതിൻ്റെ എഫക്ട്സ് കാണാറുള്ളൂ. നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റെഗുലർ ട്രീറ്റ്മെൻറ്റിൽ പോകണം. അതായത് നമ്മൾ ഉപയോഗിച്ചു വിട്ടു അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് അസുഖത്തിന് ഒരു റിലീഫ് വരണം എന്ന് നിർബന്ധമില്ല. നമ്മൾ അസുഖം വരുമ്പോഴല്ല, ഇൻഹേലർ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് അസുഖം വരുമ്പോഴെടുക്കാവുന്ന ഇൻഹേലറുണ്ട്, റിലീവർ എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ അസുഖം വരാതിരിക്കാനുള്ള കൺട്രോളറുണ്ട്. യൂഷ്വലി നമ്മൾ COPD എന്ന രോഗത്തിൽ നമ്മൾ കൂടുതൽ കൺട്രോളർ വിധത്തിലുള്ള ഇൻഹേലറാണ് കൊടുക്കുന്നത്. അതായത് രോഗം വരാതിരിക്കാനുള്ള രീതിയിലുള്ള ഇൻഹേലേഴ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോൾ ഇൻഹേലർ എടുത്താലും വാ നല്ലപോലെ കഴുകണം. ഇല്ലെങ്കിൽ വായിൽ പുണ്ണ് വരാനുള്ളതും തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ വന്ന് ചുമ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇൻഹേലർ എന്ന് പറയുന്നതാണ് COPDയിലെ മെയിനായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത്. അതോടൊപ്പം മറ്റ് ടാബ്ലറ്റ്സ് എടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ടും റിഹാബിലിറ്റേഷൻ, പൾമണറി റിഹാബിലിറ്റേഷൻ എന്ന് പറയും. അതായത് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റിയെ കൂട്ടുന്നതായിട്ടുള്ള എക്സസൈസസ്. അത് നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചാൽ അതിൽ പല എക്സസൈസും നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് എക്സസൈസസ് നോക്കാൻ പറ്റും. റിഹാബിലിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് COPD. അതായത് നമുക്ക് COPD എന്ന് പറയുന്നത് ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമല്ല, നമ്മുടെ ശരീരത്തിലെ മസിൽസിനെയും ബോണിനെയും എല്ലാം ബാധിക്കാവുന്ന ഒരു രോഗമാണ്. അപ്പം ആ മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള തരമുള്ള എക്സസൈസുകൾ, റിഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതോടൊപ്പം നമുക്ക് വാക്സിനേഷൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിനേഷൻസ്, ന്യൂമോണിയ വാക്സിൻ, ഫ്ലൂ വാക്സിൻ എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് COPDയെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത്.
നന്ദി, നമസ്കാരം.